ഹലോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലോക്സ്. ശരിക്കും പറയാം റോബ്ലോക്സ് പണ്ടങ്ങാണ്ട് തുടങ്ങിയതാണ്. പിന്നെ ഇച്ചിരി ബ്രേക്കൊക്കെ എടുത്ത് ഇപ്പോൾ വരാൻ നേരം ഇച്ചിരി സമയമായി. ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പ് പണ്ട് സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കളിച്ചുകൊണ്ടിരുന്നൊരു ഗെയിമാണ് ഇൻസെയിൻ എലവേറ്റർ. ഇത് ഞാൻ ട്രൈ ചെയ്തു. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഇച്ചിരി ഗെയിമൊക്കെ വന്നു. ഇപ്പോഴും നല്ല ആക്റ്റീവായിട്ടിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്നും കളിച്ച് നോക്കാം. ഇതാണ് അപ്പോൾ ഗെയിം. പണ്ട് പോലെ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് ഇച്ചിരി ഇതാണ് വന്നത്. എൻ്റെ 19,000 പൈസ ഉണ്ട്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പോയി ഐറ്റംസ് വാങ്ങിക്കാൻ സർവൈവ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതൊന്നും വാങ്ങിക്കുന്നില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു 399 പോർട്സ് ഇപ്പോൾ ടോർച്ച് അത് വാങ്ങിക്കുന്നുള്ളൂ. മറ്റേ ടോർച്ച് കൊള്ളത്തില്ല, അത് കൊള്ളത്തില്ല. ഇത്തിരി ഫയറായിരിക്കും. ഇതിപ്പോൾ ജിയോ ടോർച്ച് വേണം നമുക്ക്. എനിക്കെല്ലാം ഈ സ്ഥലം കാണാതറിയാം. ഇത് നമ്മുടെ പെനിവൈസിൻ്റെ സ്ഥലമാണ്. നമ്മുടെ പെനിവൈസിൻ്റെ ഇതെല്ലാം എനിക്ക് കാണാതറിയാം. നടത്തിട്ടൊക്കെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഈ എത്ര ആളായിരുന്നു? പണ്ടത്തെ ഗെയിമല്ല. എലവേറ്റർ എണ്ണം പോരാ. എലവേറ്റർ ഇച്ചിരി ഇമ്പ്രൂവ് ആവാതിരിക്കുന്നു. പണ്ടത്തെ പ്രൈമിലോട്ട് പോവാ. പ്രൈം കാലത്തിലോട്ട് അങ്ങനെ വരണം. അതിന് നമ്മൾ എന്ത് വേണേലും ചെയ്യും. ഗൈസ്, ഇൻസൈൻ എലവേറ്റർ ട്രൈ ചെയ്യും. എലവേറ്റർ ആണെൻ്റെ പ്രൈമിൽ നമുക്ക് എത്തണം. ഇതേതാ സ്ഥലം? ഇത് ഞാൻ മറന്നുപോയല്ലോ. ഇത് ഏതായാലും 2 വർഷമൊക്കെ ആയിട്ട് ഇതൊരു കളിച്ച്. പിന്നെ പിങ്കി അല്ല, ഇത് പന്നി. ഈ പന്നി നമ്മുടെ പോർട്ടലൊക്കെ ഓപ്പൺ മൈൻക്രാഫ്റ്റാണ്. പനപ്പന്നി ഇങ്ങോട്ട് കൊണ്ടുവന്ന്. പനപ്പന്നി എന്തുവാടാ ഞാൻ ചിന്തിയാ? പനപ്പന്നി പട്ടി. പനപ്പന്നിനെ കേട്ട് അടിക്കും കേട്ടാ. എന്ത്? അയ്യോ, പന്നപ്പന്നി അല്ല. പന്നിക്കൊക്കെ എപ്പോഴും കമ്പ് പിടിക്കാൻ പറ്റേ. അയ്യോ സോറി. അറിയാതെ പാവാട ഒരു കമ്പിട്ടാൻ ഇതിനൊക്കെ ഇത്ര വെയിറ്റ് ഉണ്ടായിട്ട് എങ്ങനെ വിട്ടുപോയിട്ടാണ്. അയ്യോ എലവേറ്റർ ഇപ്പോൾ DJ മ്യൂസിക് ഒക്കെ തുടങ്ങി. എലവേറ്റർ ഇപ്പോൾ DJ മ്യൂസിക് കിട്ടി. അതൊക്കെ വലിയ രസം. നമ്മളൊക്കെ എലവേറ്റർ ഇങ്ങനെ പാട്ട് പാടിപ്പോവും. കള്ളമാർക്കൊക്കെ പാടി പോകും. ഇതൊക്കെയല്ലോ ഈ ഓതിനെ പോലെ ഇരിക്കുന്നതിന് ഒരിക്കൽ എവിടെ കണ്ടിട്ടുണ്ട്? അതിനകത്തോടെ ഉണ്ടായി. കയറി വന്നവന് നഖമുണ്ടോ? ഈ എത്ര വർഷമാണ് നഖം വിട്ടിട്ട്? അയ്യോ നിർത്തണേ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ഞാൻ ചുമ്മാ പറഞ്ഞിട്ട് വിട്ടത്. എന്തുവാടാ? TV കണ്ടോണ്ടിരിക്കും. ഒറ്റയ്ക്കല്ലേ, ഇച്ചിരി ധൈര്യമൊക്കെ വേണ്ടേ? ഓക്കെ, എന്തുവാണോ നഖം വെട്ടോടി ഞങ്ങളെ കൊല്ലുന്നത്? എൻ്റെ ക്ലാസ്സിൽ ഒരു കൂട്ടുകാരുണ്ട് സ്റ്റേഫി. നഖം വളർത്തും എന്നെ തന്നെ വെട്ടണം. ഇതൊക്കെ ഒരു കുട്ടിക്ക് തോന്നുന്നു. നല്ല ഡീറ്റെയിൽസ് ആലോചിച്ച് നോക്കണം. എലവേറ്ററിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ കൊണ്ടുവരുമ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് ഈ വീസൊക്കെ സ്റ്റാർട്ട് ചെയ്ത്.
ഓണെന്തോ നടക്കാൻ പോകുന്നത്. അയ്യോ എന്തോ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു അലറി വെക്കും. അങ്ങനെ ആയിരിക്കും ഒരു അലറി വെക്കാൻ പോകുന്നത്. എൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ കയറി നാളെ വിളിക്കുന്നതുകൊണ്ട് ഇപ്പോൾ എടുക്കണം. നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ എടുക്കുമല്ലേ, ഇപ്പോൾ എടുക്കണ്ട. എഡിറ്റ് ഒന്നും ചെയ്യാറില്ല. അവിടെ എഡിറ്റ് ചെയ്യാനെങ്കിൽ എൻ്റെ അച്ഛനെ കൊണ്ട് ഞാനൊരു PC വാങ്ങിച്ചേനെ, അച്ഛനെ അടിച്ചേന്, അത്രയേ ഉള്ളൂ എൻ്റെ അത്ത സ്റ്റോറി. ഷേടാ ഈ പൊട്ടം കയറി നേരത്തെ വിളിക്കുന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ ചാട്ടവാരി ഇട്ടടിക്കണം. പട്ടി സൂര്യം താടോ, സൂര്യം താടോ. അയ്യോ ഈ സ്ഥലം എനിക്കറിയാം. ഡൈനോസർ ഉള്ള സ്ഥലം, ടീറക്സ് ഉള്ള സ്ഥലം. ഡൈനോസർ നമുക്കിവിടെ ഒളിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. ഡൈനോസർ കാണാൻ ഇവിടെ വേണമെങ്കിൽ ഡൈനോസർ അപ്പിയിട്ട് നമ്മുടെ തലയിൽ അപ്പി വെക്കുന്നു. നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റൂല്ലേ? കയറാൻ പറ്റത്തില്ല. നമ്മുടെ ഡൈനോസറിന് എൻജോയ് ചെയ്യാൻ വേറെ ചെച്ച് ഡൈനോസർ വന്ന് പോൾ ഡാൻസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകും. അടിച്ചോ ഡീറക്സ് പണ്ട് ഇത് ഭയങ്കര ഫാനായിരുന്നു കേട്ടോ. ഇപ്പോഴും ഫാനാ. അത് പറയാറ് എന്നോടെ മേടിച്ചോളെ. അയ്യോ പാവത്തിൻ്റെ ഒരു അവസ്ഥ. അപ്പം അങ്ങോട്ടൊരു പോയോ നമുക്ക് 2 കിലോമീറ്റർ കൂടെ കയറിയിട്ട് വേണം വരാൻ. നമ്മുടെ ഫ്രെഡി അണ്ണൻ്റെ സ്ഥലമല്ലേ? നമ്മുടെ ഫ്രെഡി അണ്ണൻ്റെ സ്ഥലമാണ്. പൊട്ട ചാത്തൻ്റെ കൂട്ടുമൊണ്ണെന്ന് പറഞ്ഞ കൂട്ടുകാർ ചത്തുമൊണ്ണ. എടാ കഥ തുറക്കടാ, എടാ കഥ തുറക്കടാ, എടാ ചതിയമ്മടാ കഥ തുറക്കുന്നില്ല. കഥ തുറന്നു. എടാ കറക്റ്റ് ടൈമിൽ ഡോറ് ക്ലോസ് ചെയ്തോടെ എപ്പോഴാണ് കയറി വരുന്നത് അറിഞ്ഞൂടാ. ഞാൻ പണ്ട് ഫൈനാൻസ് ഫ്രെഡിയിൽ ഭയങ്കര ഫാനായിരുന്നു. ഞങ്ങൾക്ക് അടുത്ത ഫൈനാൻസ് ഫ്രെഡിയാണ്. കള്ള മോനാണ് ഇതിനകത്ത് ആരെങ്കിലും കയറി വരൂ. കുറേ നേരമായി. ഫൈനാൻസ് ഫ്രെഡിയിൽ ആർട്ട് മോഡാണെങ്കിൽ 1 സെക്കൻഡ് വരും. അവന്മാർക്കല്ലേ ഇവിടെ കയറും. സോറിയടാ ഞാൻ അവിടെ ഇറങ്ങി കയറുവാണ് ഈ പട്ടി. ഏതായി മറുപടി കൊച്ചി. ഓ DJ boy, DJ Fuchu boy. അത് മനസ്സിലായി. ഇതല്ലേ നമ്മുടെ SCP-നെ കേൾക്കുന്നത്. ഇവിടെ നമ്മുടെ SCP-നെ കേൾക്കുന്നത്. നിങ്ങൾ ഈ സ്ഥലത്താവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കൈ വെച്ചാൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് വെക്കുക പോരെ. ഞാൻ വേറൊന്നും ചോദിച്ചില്ലല്ലോ. പൊട്ടി പേടിച്ചു. പൊട്ടിത്തെറിച്ചതേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോട്ടെ. അയ്യോ എന്ത്
ഒരുമാതിരി കണ്ടെയ്ൻമെന്റ് റൂമിലാണ് ഞങ്ങളായിട്ട് ഓടിപ്പിക്കാൻ നോക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് നോക്ക് അടുത്ത ദിവസം കാണാൻ ഗൈസിന് പോവാം.